അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ നാമം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും. ചതയം പൂരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ലഗ്നത്തിൽ അവർക്ക് ബുധനും ശുക്രനും സൂര്യനും രവിയും കുജനും ഒന്നിച്ച്, രാഹുവും ഒന്നിച്ച് വരുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ ക്രമം ഒന്ന് മാറി വേറൊരു പുതിയ ക്രമത്തിലേക്ക് വരുന്നതിനെപ്പറ്റി ആലോചിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത് നിൽക്കുന്നവർക്ക് അത് പ്രാവർത്തികമാക്കാനും ഉള്ള സാധ്യത ഉള്ള കാലമാണ്. ധനപരമായിട്ട് ഇപ്പോൾ ഉള്ളത് കൂടാതെ മറ്റു ചില വരുമാന മാർഗങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പുതിയ ഒരു മാർഗത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്, അഥവാ അങ്ങനെ ചിന്തിക്കും. ആരോഗ്യപരമായിട്ട് നാഡീസമ്മർദ്ദം ഉണ്ടാകാൻ, നാഡികൾ സംബന്ധിച്ചുള്ള അസുഖങ്ങളുണ്ടാകാം, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള, അഥവാ അവനവൻ്റെ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കണം. കുടുംബജനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഉണ്ടാകണം. അവരുടെ വാക്ക് കേൾക്കണം. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവരവരുടെ വാക്ക്, ആ വാക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുക, അഥവാ ശിവ ശാസ്ത ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുകയോ അങ്ങനെയുള്ള ഹനുമാൻ ചാലീസ പോലെയുള്ള മന്ത്രങ്ങൾ നിത്യേന ജപിക്കുന്നതും ഒക്കെ സൽഫലങ്ങൾ ഉണ്ടാക്കാൻ, ഈ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുന്നതാണ്.